ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂൺ 10 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കൂ. അത് നമുക്ക് എപ്പോഴും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ചില ചോദ്യങ്ങളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുടെ പുതിയ പേര്? 12ാമത്തെ ബ്രിക്സ് പാർലമെന്ററി ഫോറം ആതിഥ്യം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? തമിഴ്നാട്ടിലെ ഏത് സ്ഥലത്താണ് ഗ്രേറ്റർ ഫ്ലാമിംഗോ അവർക്ക് അഭയം നൽകാൻ പോകുന്നത്? അതുപോലെ കേരളത്തിലെ കോഴിക്കോട് തീരത്ത് ഇന്നലെ കത്തുപിടിച്ച ആ ഒരു കപ്പലിൻ്റെ പേരെന്താണ്? ഇതേപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ എക്സ്ട്രീം പോവർട്ടി റേറ്റ് ഡ്രോപ്ഡ് ഷാർപ്ലി ടു 5.3%. ഇന്ത്യയിലെ കടുത്ത ദാരിദ്ര്യ നിരക്ക് 5.3% കുത്തനെ കുറഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് ആണ് ഇന്ത്യയിലെ പോവർട്ടി റേറ്റ് ദാരിദ്ര്യ നിരക്ക് വളരെ കുറഞ്ഞ കാര്യം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോകബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് 2011-12 27.1% ദാരിദ്ര്യത്തിന്റെ ശതമാനം എത്രയായി കുറഞ്ഞിരിക്കുന്നു? 21.8%. 2011-12 ഇന്ത്യയിലെ ദാരിദ്ര്യ നിരക്കിന്റെ ശതമാനമായിരുന്നു 27.1%. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 കണക്കനുസരിച്ച് ലോകബാങ്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് 21.8% കുറവാണ് വന്നിട്ടുള്ളത്. ഇത് വലിയൊരു മാറ്റം തന്നെയാണ്. അതായത് 21.8% ദാരിദ്ര്യ നിരക്ക്, പോവർട്ടി റേറ്റ് കുറഞ്ഞിരിക്കുന്നു എന്നാണ് വേൾഡ് ബാങ്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. 2024 പ്രതിദിനം $3 ഇന്ത്യയിലെ ദാരിദ്ര്യ നിരക്ക് എത്രയാണ്? 2024 5.44%. അതായത് നിലവിലെ പോവർട്ടി റേറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് 5.44% ആണിത്. $3 ആ ഒരു തുക, അതിലും താഴെ നിൽക്കുന്ന വ്യക്തികളെ പോവർട്ടി റേറ്റിൽ കാണുന്ന മാനദണ്ഡം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് $3 എങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്രയും രൂപ അത് കിട്ടിയില്ലെങ്കിൽ അത് ദാരിദ്ര്യരേഖ താഴെ എന്നാണ് പറയപ്പെടുന്നത്. അതനുസരിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ കേവലം $3, അതായത് ഏതാണ്ട് ഒരു 240-250 രൂപ ഒരു ദിവസത്തെ വേതനം ഉണ്ടാക്കാൻ സാധിക്കാത്തവരെയാണ് ദാരിദ്ര്യരേഖ പോവർട്ടി റേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ 5.44% 2024 വേൾഡ് ബാങ്കിന്റെ കണക്കനുസരിച്ച്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: സിംഗപ്പൂർ കാർഗോ ഷിപ്പ് എൻട്രൂഡ് ഫ്രം കൊളംബോ ടു മുംബൈ കോട്ട് ഫയർ നിയർ ദി കോസ്റ്റ് ഓഫ് കോഴിക്കോട്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലിനെ കോഴിക്കോട് തീരത്തിനടുത്ത് തീപിടിച്ചു. ഇന്നലത്തെ മിക്കവാറും ന്യൂസ് ചാനൽ കാണിച്ചിട്ടുള്ള, അതുപോലെ തന്നെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് സിംഗപ്പൂർ കാർഗോ ഷിപ്പ് കോഴിക്കോട് തീരത്ത് വെച്ച് നടന്നിട്ടുള്ള ആ ഒരു തീപിടുത്തം. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 9 കോഴിക്കോട് തീരത്തിന് സമീപം തീപിടിച്ച സിംഗപ്പൂർ കാർഗോ കപ്പലിന്റെ പേരെന്താണ്? വാൻഹായ് 503. വാൻഹായ് 503 എന്ന കാർഗോ കപ്പലിനാണ് ഇന്നലെ തീപിടിച്ചിട്ടുള്ളത് കോഴിക്കോട് തീരത്ത് വെച്ച്. കാർഗോ കപ്പലാണിത്. ഈ കാർഗോ കപ്പലിനാണ് ഇന്നലെ തീപിടിച്ചിട്ടുള്ളതും. ഇതിനെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു ഇന്നലത്തെ മിക്കവാറും എല്ലാം ന്യൂസ് ചാനലിലും ഇന്നത്തെ പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തയാണ്. വാൻഹായ് എന്ന സിംഗപ്പൂർ കാർഗോ ഷിപ്പ്, ഇത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ആ കപ്പലിനാണ് തീപിടിച്ചത്. 2025 ജൂൺ 9 കോഴിക്കോട് തീരത്തിന് സമീപം തീപിടിച്ച സിംഗപ്പൂർ കാർഗോ കപ്പലായ വാൻഹായ് 503 എത്ര ജീവനക്കാരുണ്ടായിരുന്നു? 22 ജീവനക്കാർ. 22 ക്രൂസ് അടങ്ങുന്ന ഒരു കാർഗോ ഷിപ്പ് ആയിരുന്നു വാൻഹായ് 503. ഇതിൽ 18 പേർ രക്ഷപ്പെടുത്തി. എന്നാൽ 4 പേര് മിസ്സിംഗ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണക്കനുസരിച്ച് വാൻഹായ് 503 എന്നാണ് ഈ കപ്പലിന്റെ പേര്. അടുത്തൊരു കറണ്ട് അഫേഴ്സ് ആണ്: തമിഴ്നാട് ഗീവ്സ് സാങ്ച്വറി ടു ഗ്രേറ്റ് ഫ്ലാമിംഗോസ് അറ്റ് ധനുഷ്കോടി. തമിഴ്നാട് ധനുഷ്കോടിയിൽ ഗ്രേറ്റർ ഫ്ലാമിംഗോക്ക് അഭയം നൽകുന്നു. രാമേശ്വരത്തിന് അടുത്തായിട്ടുള്ള ധനുഷ്കോടിയിൽ തമിഴ്നാട് സർക്കാർ ഒരു പുതിയ ബേർഡ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ഗ്രേറ്റർ ഫ്ലാമിംഗോ എന്ന് പറയുന്ന പക്ഷിക്ക് വേണ്ടിയുള്ള ഒരു പക്ഷി സങ്കേതമാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. തമിഴ്നാട് സർക്കാർ ഗ്രേറ്റർ ഫ്ലാമിംഗോ പക്ഷി സങ്കേതം എവിടെ സ്ഥാപിക്കാൻ പോകുന്നു? ധനുഷ്കോടി. ധനുഷ്കോടി എന്നത് രാമേശ്വരത്ത് അടുത്തുള്ള ഒരു പ്രദേശമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ധനുഷ്കോടി.
ധനുഷ്കോടി എന്നത് ഒരു ഗോസ്റ്റ് ടൗൺ ആയിട്ടും അറിയപ്പെടുന്നു. അതായത് ഉപേക്ഷിക്കപ്പെട്ട ഒരു പട്ടണം എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ധനുഷ്കോടി. ഇവിടെയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു പക്ഷി സങ്കേതം കൊണ്ടുവരാൻ പോകുന്നത്. രാമനാഥപുരത്തെ ധനുഷ്കോടിയിൽ ഗ്രേറ്റർ ഫ്ലാമിംഗോ സങ്കേതം സ്ഥാപിക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഏത് അവസരത്തിലാണ്? 2025 ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിരുന്നു ജൂൺ 5-ാം തീയതി. ഈ ഒരു അവസരത്തിലാണ് തമിഴ്നാട് ഗവൺമെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് രാമനാഥപുരത്തെ ധനുഷ്കോടിയിൽ ഗ്രേറ്റർ ഫ്ലാമിംഗോ സാങ്ച്വറി വരുന്നൊരു കാര്യം. മന്നാർ ഉൾക്കടൽ ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് മന്നാർ ഉൾക്കടൽ ബയോസ്ഫിയർ. ഇവിടെയാണ് ഫ്ലാമിംഗോ ബേർഡ് സാങ്ച്വറി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശം. ഗ്രേറ്റർ ലെസ്സർ ഫ്ലാമിംഗുകൾ ഉൾപ്പെടെ 128 പക്ഷി ഇനങ്ങളെ പിന്തുണയ്ക്കുന്ന തമിഴ്നാട്ടിലെ ഏത് പ്രദേശമാണ്? ധനുഷ്കോടി. ഫ്ലാമിംഗോ എന്ന പക്ഷി ഇതിൻ്റെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇടമാണ് തമിഴ്നാട്ടിലെ ധനുഷ്കോടി. ഈ ഒരു പ്രദേശത്താണ് ഇപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബേർഡ് സാങ്ച്വറി. ഏതാണ്ട് 128 പക്ഷി ഇനങ്ങളാണ് ഇവിടെ ഓരോ വർഷം വരുന്നതും ഓരോ വർഷം ഇവിടെ താമസിക്കുന്നതും. ഇതനുസരിച്ചാണ് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത് വേൾഡ് എൻവയോൺമെൻറ് ഡേ എന്ന്. അതായത് ധനുഷ്കോടിയിൽ വരാൻ പോകുന്ന ഗ്രേറ്റർ ഫ്ലാമിംഗോ സാങ്ച്വറിയെ കുറിച്ച്. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യ ടു ഹോസ്റ്റ് 12th ബ്രിക്സ് പാർലമെന്റ് ഫോറം ഇൻ 2026. 2026 ഇന്ത്യ 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ആദ്യത്തെ വഹിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. ബ്രിക്സ് എന്നാൽ എന്താണ്? ബ്രിക്സ് എന്നാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ 5 രാജ്യങ്ങൾ അടങ്ങുന്ന ഒന്നാണ് ബ്രിക്സ്. എന്നാൽ ഇപ്പോൾ അതിൽ മറ്റു രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ബ്രിക്സിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് ചൈനയിലെ ഷാങ്ഹായ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 11ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറം 2025 ജൂൺ 5-ന് എവിടെയാണ് സമാപിച്ചത്? ബ്രസീൽ. ബ്രസീലിന് തലസ്ഥാനമായിട്ടുള്ള ബ്രസീലിൽ വെച്ചായിരുന്നു 11ാമത്തെ ബ്രിക്സ് പാർലമെന്ററി ഫോറം നടന്നിട്ടുള്ളത്. ബ്രസീലിൽ നടന്ന 11ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് ആരാണ്? ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആണ് ഓം ബിർള. ഇദ്ദേഹമാണ് 11ാമത്തെ ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ഇന്ത്യ നയിച്ചിട്ടുള്ള വ്യക്തി. ബ്രസീലിൽ നടന്ന 11ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ ഇന്ത്യ ഏത് കാര്യത്തിലാണ് എടുത്തു കാണിച്ചിട്ടുള്ളത്? പഹൽഗാം ആക്രമണവും ഭീകരതയ്ക്കെതിരായ ശക്തവും അനുയോജ്യമായ പ്രതികരണം. ബ്രസീലിൽ നടന്നിട്ടുള്ള 11ാമത്തെ പാർലമെന്ററി ഫോറത്തിൽ ലോക്സഭാ സ്പീക്കർ എടുത്തു പറഞ്ഞിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് പഹൽഗാം അറ്റാക്കിനെ കുറിച്ചും മറ്റൊന്ന് സ്ട്രോങ് ആൻഡ് ബിഫിറ്റിംഗ് റെസ്പോൺസ്, അതായത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടുള്ള കാര്യം. ഓപ്പറേഷൻ സിന്ദൂർ അതായിരുന്നു ഇന്ത്യയുടെ ഭംഗിയായിട്ടുള്ളൊരു മറുപടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാൻ ടെറർ ക്യാമ്പിലേക്ക് ഇന്ത്യ നൽകിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചായിരുന്നു കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് 11ാമത്തെ ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ. 2026 ആദ്യത്യം വഹിക്കുന്ന 12ാമത്തെ ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏത് രാജ്യമാണ് ഏറ്റെടുക്കുക? ഇന്ത്യ. 11ാമത്തെ ബ്രിക്സ് പാർലമെന്ററി ഫോറം ബ്രസീലിലായിരുന്നെങ്കിൽ വരാൻ പോകുന്ന 2026 12ാമത്തെ ബ്രിക്സ് പാർലമെന്ററി ഫോറം ഇതിന്റെ ആദ്യത്യം വഹിക്കാൻ പോകുന്ന രാജ്യം അത് ഇന്ത്യയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ന്യൂ നെയിം ഓഫ് ദി ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് പരമ്പരയുടെ പുതിയ പേര്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. അതായത് ഇംഗ്ലണ്ട് ഇന്ത്യ ടെസ്റ്റ് സീരീസിന്റെ ആ ഒരു പേര് മാറുകയാണ്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുടെ പുതിയ പേര് എന്താണ്? ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേരാണ് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. ഇംഗ്ലണ്ടിലെ വളരെ പ്രൊഫഷണൽ ഫാസ്റ്റ് ബോളർ ആയിരുന്നു ആൻഡർസൺ. ഇദ്ദേഹത്തിന്റെ പേരും അതുപോലെ തന്നെ ഇന്ത്യയിലെ ടെണ്ടുൽക്കർ, ഇവരുടെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ട്രോഫി ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് നൽകിയിട്ടുള്ളത്. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്ന പുനർനാമകരണം ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പട്ടോഡി ട്രോഫി. പട്ടോഡി ട്രോഫി എന്ന പേരിലാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് നടന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് പട്ടോഡി ട്രോഫിയെ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്ന പേരിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് കൊണ്ടുവന്ന കാര്യം. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് കറണ്ട് അഫയേഴ്സ്.
MS Dhoni among 7 others inducted into ICC Hall of Fame. MS ധോണി ഉൾപ്പെടെ 7 പേരെ ICCയുടെ ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി. ഇത് മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് MS ധോണി ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം. ആകെ ഇപ്പോൾ എത്ര ഇന്ത്യക്കാർ ആണ് ഈ ഒരു ആദരവ് ലഭിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 ICCയുടെ ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരന്റെ പേര് MS ധോണി. 2025 ICCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്തിട്ടുള്ള തീരുമാനമാണ്. അതായത് ഇന്നലെ എടുത്തിട്ടുള്ള തീരുമാനമാണ് 7 മുൻ പ്ലെയേഴ്സിനെ ICC ആദരവിന്റെ ഭാഗമായിട്ട് ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ കാര്യം. ഇതിൽ ഇന്ത്യയിൽ നിന്ന് MS ധോണിയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ മാത്യു ഹെയ്ഡൻ, സൗത്ത് ആഫ്രിക്കയുടെ ഗ്രീം സ്മിത്ത്, ന്യൂസിലാൻഡിന്റെ സ്കിപ്പർ ആയിട്ടുള്ള ഡാനിയൽ വെറ്റോറി, സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ഹാഷിം അംല, പാകിസ്ഥാൻ ക്യാപ്റ്റൻ സനാമിർ, ഇംഗ്ലണ്ട് സാറ ടൈലർ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത. എത്ര ഇന്ത്യക്കാരെ ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി? 11 പേരെയാണ് ഇന്ത്യ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 11th പേഴ്സൺ ആണ് MS ധോണി. ക്രിക്കറ്റിന്റെ ചലനാത്മകയെ രൂപപ്പെടുത്തിയ ക്രിക്കറ്റ് ഇതിഹാസങ്ങളുടെ അസാധാരണ നേട്ടങ്ങൾക്ക് ICC ഏത് പേരിലാണ് ആദരവ് അർപ്പിക്കുന്നത്? ICC ഹോൾ ഓഫ് ഫെയിം. അതായത് ക്രിക്കറ്റിലെ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെന്റ് നേടുന്ന വ്യക്തികളെ ICC ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ICC ഹോൾ ഓഫ് ഫെയിമിൽ. ഇതിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് 11 പേരാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് മഹേന്ദ്ര സിംഗ് ധോണി. ഏത് വർഷത്തിലാണ് ICC ഹോൾ ഓഫ് ഫെയിം സ്ഥാപിതമായത്? 2 ജനുവരി 2009. 2009 ജനുവരി 2 തീയതിയാണ് ICC ഹോൾ ഓഫ് ഫെയിം ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് 11 പ്ലെയേഴ്സ് ആണുള്ളത്. അത് ലേറ്റസ്റ്റ് ആണ് MS ധോണി. ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 18 കറണ്ട് അഫയേഴ്സ് GK ആണെന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.